എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, VK മോഹൻ കമ്മീഷൻ. VK മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ സി. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ബി. 54ാമത്തെ ക്വസ്റ്റ്യൻ, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്കുകളാണ് വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യം ഏറിയ പ്രദേശങ്ങളാണിവ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യം ഏറിയ പ്രദേശങ്ങളാണിവ. ഉദാഹരണം, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഉദാഹരണം, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല, സുണ്ടാലാൻഡ് എന്നിവയാണ് ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. 55ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായനി ഹ്രസ്വ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കിഴങ്ങുവർഗം. വെള്ളായനി ഹ്രസ്വ എന്നത് കിഴങ്ങ് വർഗത്തിൽ പെടുന്ന കാർഷിക വിളയാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡയേറിയ. ഡയേറിയയാണ് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. 57ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരക്തപര്യയന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, പ്രസ്താവന 4 ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എന്നത് തെറ്റാണ്. അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി, പൾമണറി ധമനി. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു എന്ന പ്രസ്താവനയും തെറ്റാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് ശ്വാസകോശ സിര, പൾമണറി സിര. കൊറോണറി ധമനി ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. കൊറോണറി ധമനി വഹിക്കുന്നത് ശുദ്ധരക്തമാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയയാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്തത്.
59-ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ന്യൂറോലിങ്ക് കോർപ്പറേഷനാണ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി. 60-ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. പ്രോട്ടോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡാണ്. പ്രോട്ടോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ന്യൂട്രോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. 61-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൽക്കരി. കൽക്കരിയാണ് ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2ഉം 3ഉം ശരിയാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നതാണ് ശരി. എല്ലാ ധാതുക്കളും അയിരുകളല്ല. 63-ാമത്തെ ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമേത്? ഓപ്ഷൻ എ ആണ് ആൻസർ, യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 2ഉം ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്.